നമ്മൾ ഈ ഭഗവത്ഗീത എത്ര പഠിച്ചാലും ഭഗവത് വചനങ്ങൾ എത്ര കേട്ടുകൊണ്ടിരുന്നാലും മമ എന്നുള്ള ചിന്ത നമ്മളെ വിട്ടു പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള ദുഃഖം ഒരിക്കലും അകലില്ല. അർജുനനെ പോലെ തന്നെ ഭഗവത് വചനം ശ്രദ്ധാപൂർവം ശ്രവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ സഞ്ജയൻ. നല്ലൊരു മന്ത്രിയാണ് അദ്ദേഹം, സത്യസന്ധനാണ്, രാഗദ്വേഷാദികളെ ജയിച്ചവനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുമെന്നൊരു വിശ്വാസം നമ്മുടെ ധൃതരാഷ്ട്രർക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആരോട് ചോദിക്കുന്നത്? സഞ്ജയനോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഈ സന്ദർഭം യുക്തിഭദ്രം അല്ല എന്ന ഒരു അഭിപ്രായവും കൂടി ഉണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ അഭിപ്രായപ്പെടുന്നവര് ആദ്യ ശ്ലോകത്തിലെ ഈ ക്ഷേത്രം എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ ക്ഷേത്രം എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ 13-ാം അധ്യായത്തിലെ ക്ഷേത്രജ്ഞ യോഗത്തിലെ ക്ഷേത്രത്തോട് ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബന്ധിപ്പിച്ചിട്ടാണ് ഈ ശ്ലോകത്തെ വായിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പ്രസ്താവനയിൽ നിന്ന് ഒരു വ്യതിചലനം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ആരുടെയാണ്? വിശദീകരിക്കുന്ന ആളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അർത്ഥം ഇരിക്കുന്നത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യാഭിധീയതേ എന്നതുകൊണ്ട് ക്ഷേത്രം ഈ ശരീരം തന്നെയാകുന്നു എന്നാണ് പറയുന്നത്. ഈ ശരീരത്തിനുള്ളിൽ മനസ്സിൽ നടക്കുന്ന വൈകാരികവും സിദ്ധാന്തപരവുമായ സംഘടനമാണ് ഈ യുദ്ധം എന്ന് അങ്ങനെയാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. രാജ്യലാഭത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തതെന്ന് പറയും അല്ലെ. സ്വജനപക്ഷപാതം കാരണമാണെന്ന് പറയും, പ്രതികാര ചിന്ത കാരണമാണെന്ന് പറയും. അങ്ങനെ പല കാരണമാണ് യുദ്ധം ഉണ്ടായത്. അപ്പൊ ഈ കാരണങ്ങളൊക്കെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം മല്ലടിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ പല പല ആശയങ്ങൾ മനസ്സിൽ കിടക്കുമ്പോൾ ആശയ വൈരുദ്ധ്യം ഉണ്ടാവും അല്ലെ. ആ ആശയ വൈരുദ്ധ്യത്തിന്റെ ഒരു സംഘർഷം, അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഉപായമാണ് സകല മനുഷ്യരുടെയും ആവശ്യവും അത് തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടുന്ന ഒരു ഉപായമാണ് അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുത്തതെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അർജുനൻ മാത്രമല്ല മാനവരാശിക്കൊക്കെ ഈ ഭഗവത്ഗീത ഉപകാരപ്പെടുന്നു എന്ന് പറയണത്. ഈ ധൃതരാഷ്ട്രന് അടങ്ങിയിരിക്കുന്ന ഈ രാജാക്കന്മാരൊക്കെ കുരു രാജാക്കന്മാരാണ് അല്ലെ. അപ്പൊ ഈ കുരു രാജാക്കന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തത് എവിടെ വെച്ചിട്ടാണ്? ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് കുരുക്ഷേത്രം എന്ന പേരായത്. നമ്മുടെ കർമ്മമണ്ഡലമായിട്ടുള്ള ആ ഒരു പ്രപഞ്ചത്തെ നമുക്ക് എന്ത് വിളിക്കാം? കുരുക്ഷേത്രം എന്നും വിളിക്കാം. സംസ്കൃത ഭാഷയില് കുരു എന്ന ക്രിയാപദത്തിന് ചെയ്യൂ എന്നാണ് അർത്ഥം. അതായത് കർമ്മപ്രേരണ നൽകുന്ന സ്ഥലം കൂടിയാണ് കുരുക്ഷേത്ര ഭൂമി. ഈ അർത്ഥത്തിലാണ് നമ്മൾ ഈ ശ്ലോകം കാണുന്നതെന്നുണ്ടെങ്കിൽ ധർമ്മക്ഷേത്രം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പരബ്രഹ്മത്തോടടുക്കുവാൻ സഹായിക്കുന്ന ക്ഷേത്രം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് എന്താണ്? പ്രപഞ്ചം എന്നാണ് മനസ്സിലാക്കേണ്ടത്. യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചുറപ്പിച്ച് വന്നവരെന്ന അർത്ഥം സമവേത എന്നതുകൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ കൗരവന്മാരും പാണ്ഡവന്മാരും ഒരുപാട് ചർച്ചകളും സന്ധി സംഭാഷണങ്ങളും ഒക്കെ നടത്തിയിട്ട് പ്രശ്നപരിഹാരത്തിന് യുദ്ധമല്ലാതെ വേറെ പോംവഴി ഒന്നുമില്ല എന്ന് തീർച്ചയായതുകൊണ്ട് പടക്കളത്തിലെത്തിയവരാണ്. പ്രപഞ്ചമെന്ന കുരുക്ഷേത്രത്തിലെത്തിയ ജീവികള് അനേകം ജന്മങ്ങൾ ആർജിച്ച് കർമ്മവാസനകൾ കൊണ്ട് നിശ്ചിതമായിട്ടുള്ള കർമ്മപഥത്തിൽ മാത്രം പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. വിഭിന്ന രീതിയിലുള്ള രാഗാദ്വേഷങ്ങൾ പ്രപഞ്ചത്തിലെത്തുന്ന ഓരോ മനുഷ്യനും സംഘർഷഭരിതമായിട്ടുള്ള ഒരു ജീവിതമാണ് കൊടുക്കുന്നത്. അപ്പോ യുദ്ധാരംഭത്തിലെ 10 നാളുകൾ സഞ്ജയൻ പടക്കളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 10ാം ദിവസം ഭീഷ്മ പിതാമഹന്റെ പതനത്തിന് സാക്ഷിയായ ശേഷമാണ് സഞ്ജയൻ ഹസ്തിനാപുരിയിൽ മടങ്ങിയെത്തുന്നത്. യുദ്ധത്തിന്റെ ഗതിവിഗതികളെ കുറിച്ച് നല്ല വിശദമായിട്ട് വിവരണം സഞ്ജയനിൽ നിന്നും ധൃതരാഷ്ട്രര് കേട്ടു കഴിഞ്ഞു. ജന്മന അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രർക്ക് സഞ്ജയൻ 10ാം നാള് യുദ്ധത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു എന്നുണ്ടെങ്കിലും അതിലൊന്നും ധൃതരാഷ്ട്രർക്ക് സംതൃപ്തി ഉണ്ടായില്ല. അപ്പൊ അദ്ദേഹം യുദ്ധത്തിലുണ്ടായിട്ടുള്ള ഓരോ കാര്യം വിശദമായിട്ട് തന്നെ അറിയണമെന്ന് അദ്ദേഹത്തിന് ഉത്കണ്ഠയാണ്. സഞ്ജയനോട് അവർ എന്തു ചെയ്തു, കിം കുർവത എന്ന് ചോദിക്കാനുണ്ടായ സാഹചര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ സഞ്ജയൻ 10ാം നാള് ഭീഷ്മ പിതാമഹര് വീണ ശേഷം കഥകൾ പറഞ്ഞു കൊടുത്തിട്ടും തൃപ്തനാവാതെ വന്ന നമ്മുടെ ധൃതരാഷ്ട്രർക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ്. ഇനിയിപ്പോ സഞ്ജയൻ അതിന് മറുപടി നൽകാണ്. സഞ്ജയ ഉവാച ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യ മുപസംഗമ്യ രാജ വചനം അബ്രവീത്. തഥാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ,
അതായത് ഇരുഭാഗത്തെയും പോരാളികള് പടക്കളത്തില് അണിനിരുന്ന ആ ഒരു സമയത്ത് അപ്പോൾ രാജാവായിട്ടുള്ള ആരാണ്? ദുര്യോധനൻ ദുര്യോധനാകട്ടെ വ്യൂഹരചന നടത്തിയിരിക്കുന്നു. പാണ്ഡവാനീകം പാണ്ഡവപ്പടയെ ദൃഷ്ട്വാ കണ്ടിട്ട് ആചാര്യനായ ദ്രോണരെ ഉപസംഗമ്യ സമീപിച്ച് വചനം അബ്രവീർ പറഞ്ഞു. എന്താണ്ടായത്? കൗരവപക്ഷത്ത് സൈന്യം ഏറെ ഉണ്ട് അല്ലെ, എങ്കിലും ദുര്യോധനൻ പരിഭ്രാന്തനാവുകയാണ്. യഥോ ധർമ്മസ്തഥോ ജയ എന്ന് മഹാഭാരതത്തില് പലതവണ പറയുന്നുണ്ട്. ധർമ്മം പാണ്ഡവ പക്ഷത്താകിയാല് ജയവും പാണ്ഡവർക്കായിരിക്കും എന്ന വിചാരമാണ് പരിഭ്രാന്തിക്ക് നിദാനാവണത് ഇവിടെ. അപ്പോ അതുകൊണ്ട് രാജാവെന്ന നിലയ്ക്ക് ആ പരിഭ്രമം തെല്ലും പ്രകടിപ്പിക്കാതെ രാജകീയ പ്രൗഢി കൈവിടാതെ ആചാര്യനോട് സംസാരിക്കുകയാണ് നമ്മുടെ ദുര്യോധനൻ. ഈ കാര്യം വ്യക്തമാക്കാനാണ് രാജ എന്ന വിശേഷണം ഇവിടെ ചേർത്ത് വച്ചിട്ടുള്ളത്. ഇവിടെ എന്തുണ്ടായത്? സഞ്ജയൻ പറയാണ്, അല്ലയോ രാജാവേ, പാണ്ഡുപുത്രന്മാര് സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു. ജനനം മുതൽക്ക് അന്ധനായിരുന്നു ധൃതരാഷ്ട്രര്. നിർഭാഗ്യവശാല് ആധ്യാത്മിക വീക്ഷണവും അദ്ദേഹത്തിനില്ല. ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ മക്കളും അത്ര തന്നെ അന്ധനാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. ജനനം മുതൽക്കേ ധർമ്മനിഷ്ഠനായിരുന്നു പാണ്ഡുപുത്രന്മാര്. അങ്ങനെയുള്ള പാണ്ഡുപുത്രന്മാരുമായിട്ട് പൊരുത്തപ്പെടാൻ കൗരവർക്ക് ഒരിക്കലും സാധിക്കില്ലെന്നും ആർക്കറിയാം? ധൃതരാഷ്ട്രർക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാലും ആ പവിത്ര സ്ഥലത്തിന്റെ സ്വാധീന ശക്തിയെപ്പറ്റി അദ്ദേഹത്തിന് സംശയമുണ്ട്. ഈ ഒരു തീർത്ഥ സ്ഥലത്തെ, പുണ്യസ്ഥലത്തെ, ഈ സ്ഥലത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അല്ലെ. അത്രയും പ്രത്യേകതകളുള്ള ഈ സ്ഥലത്ത് സ്വാധീന ശക്തിക്ക് അധീനനായിരുന്നു ദുര്യോധനാദികള്. അവര് യാതൊരു ഒത്തുതീർപ്പിനും ഒരുങ്ങിയിട്ടില്ല. ദുര്യോധനൻ പാണ്ഡവരുടെ സൈന്യവ്യൂഹം കണ്ട ശേഷം ദുര്യോധനൻ തന്റെ ആചാര്യനായിട്ടുള്ള ദ്രോണർക്കരികില് സത്യസ്ഥിതി അറിയിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. രാജാവാണല്ലോ, എന്നാൽ കൂടി ദുര്യോധനന് ആ ഒരു അവസ്ഥയില് ആചാര്യനെ അങ്ങോട്ട് ചെന്ന് കാണേണ്ടി വരികയാണ്. പക്ഷെ പാണ്ഡവരെ കണ്ട ആ ഒരു മാത്രല്ല ദുര്യോധനന് ഉണ്ടായിട്ടുള്ള ആ ഒരു പരിഭ്രാന്തി അല്ലെങ്കിൽ ഭയം, അതൊന്നും ഇവിടെ ഈ ഒരു തന്ത്രത്തിന് പിന്നിൽ മൂടി വെക്കാൻ സാധിച്ചില്ല ദുര്യോധനന്. സർവ്വസൈന്യാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുവംശ പിതാമഹനായിട്ടുള്ള ഭീഷ്മനാണ്. ദുര്യോധനനാണെങ്കിൽ വലിയ സംശയമാണ് ഈ പിതാമഹനെ. കാരണം അദ്ദേഹത്തിന് നല്ല കൂറ് പാണ്ഡവ പക്ഷത്തോടുണ്ടെന്ന് ആർക്കറിയാം? ദുര്യോധനന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ യുദ്ധത്തിലും അതുപോലെ പാർഷ്വാലിറ്റി കാണിക്കൂ എന്നുള്ള ഭയമായിരുന്നു ദുര്യോധനന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു അവിശ്വാസം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് ദുര്യോധനൻ ആചാര്യന്റെ അടുത്തേക്ക് പോണത്, ദ്രോണാചാര്യന്റെ അടുത്തേക്ക് പോണത്. ആചാര്യൻ പിതാമഹനേക്കാൾ അഭികാമ്യനാണെന്ന് ബോധം ദുര്യോധനന് നല്ലപോലെ ആ സമയത്ത് തോന്നിയിട്ടുണ്ട്. ഇക്കാര്യം പലയിടത്തും മഹാഭാരതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.